ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ രണ്ടുപേരും എൻ്റെ ഒപ്പം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എറാത്തൊക്കെ പോയി നോക്കിയപ്പോൾ ഐറക്കുട്ടിയുടെ സൈക്കിൾ മറിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അവൾ അതൊക്കെ പോയി നേരെയൊക്കെ വെക്കുന്നുണ്ട്. ഞാനത് നമ്മുടെ ഷീറ്റൊക്കെ നേരെ എടുത്ത് വെക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടും പീസ് കറിയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് പുറവശത്തെ വാതിലൊക്കെ ചെന്ന് തുറന്നിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കിയാണ് നിൽക്കും. അങ്ങനെ ഞാൻ ആദ്യം തന്നെ കുറച്ച് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് കട്ടൻ ചായ ഭയങ്കര നിർബന്ധം കേട്ടോ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ. അങ്ങനെ ഞാൻ കാലത്ത് എഴുന്നേറ്റ് അവിടെ തന്നെ വന്ന് കട്ടൻ ചായ ഇടും. അങ്ങനെ ഇടുന്നതിൻ്റെ ഇടയിൽ ഇന്ന് എൻ്റെ കൈ നൈസായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മറ്റേ ബേണാളൊക്കെ എടുത്ത് തേച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിതാ ചായക്ക് വേണ്ടിയിട്ടുള്ള പീസ് കറിയൊക്കെ റെഡിയാക്കാണ്. പീസ് കറിയും പിന്നെ പുട്ടുമായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ദേ കട്ടൻ കുടിക്കാണ് കേട്ടോ. അത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഐറക്കുട്ടിനെ വേഗം തന്നെ പല്ലൊക്കെ തേപ്പിച്ച് ഫ്രഷ് ആക്കാണ്. അത് കഴിഞ്ഞിട്ട് അവക്കടെ മുടിയൊക്കെ ഒന്ന് ഈരി കെട്ടി കൊടുക്കാണ് കേട്ടോ. എന്നും രാവിലെ ഞാൻ എൻ്റെ പണി പകുതി ആവുമ്പോഴാണ് ഇവർ എഴുന്നേക്കല്. പക്ഷെ ഇപ്പം നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. കാരണം റാക്കുട്ടി നിലത്ത് എന്തേത് ഇരിക്കൂല കേട്ടോ. എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ പിന്നെ അതേ ഐറക്കുട്ടിക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ റാക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എഴുന്നേറ്റുണ്ടോ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിരുന്ന് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാ പിന്നെ വേഗം പേരയൊക്കെ ഒന്ന് അടിച്ചിടാണ്. ഐറക്കുട്ടി സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഐറക്കുട്ടിക്ക് മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് മാങ്ങ എടുത്ത് വേഗം ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ വാപ്പിച്ച് വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് മാങ്ങ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ചിരുന്ന് പഴുത്തപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞെടുത്ത് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഈ ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണുത്തത് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസ് ഒക്കെ കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ.